പുറകെ നോക്കണ്ട, കറക്റ്റായിട്ട് ലോഡ് ചെയ്താൽ മതി. അതായിരിക്കും. ഒന്നുമില്ല. ചേട്ടനെന്നെ മനസ്സിലായ അന്ന് ബാലാജി സാറിന്റെ വണ്ടിയിൽ തെറ്റി പോയപ്പോഴത്തേക്കും ഞാനാ പറഞ്ഞ കേസ് എടുക്കണ്ടെന്ന്. പക്ഷെ അന്ന് കണ്ടപ്പോ ചേട്ടൻ ഇത്ര ഭീകരനാന്ന് എനിക്ക് മനസ്സിലായിരുന്നു കേട്ടോ. ആ ചേട്ടാ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. അല്ല, ചേട്ടനോട് പറഞ്ഞു അവിടെ വേണ്ടേ? എക്സ്ക്യൂസ് മീ. എന്താ ജ്യോതി സാർ? ഗണേശ ചേട്ടാ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ധൈര്യമായിട്ട് പറഞ്ഞു. എന്റെ കൈയും കാലും കണ്ണുമൊക്കെ കെട്ടിയിട്ട് ഏതെങ്കിലും ഒരു റോഡിൽ കൊണ്ടുപോയി കളഞ്ഞൂടെ? ഞാൻ കൺവിൻസ് ചെയ്യാന്ന് വിചാരിക്കല്, പക്ഷെ നമ്മൾ ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ എന്നെ ഇവിടെ പിടിച്ചു വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപയോഗവും ഇല്ല. എന്നെ ഇനിയിപ്പോ തട്ടിക്കളഞ്ഞാലും അവർ നിങ്ങളുടെ നേതാവിനെ വിട്ടുതരാൻ പോകുന്നില്ല. ബാലയ്യ സാറിനെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. പുള്ളി ഇവിടെ വന്നോട്ടെ, എന്നിട്ട് എന്നെ എവിടെയെങ്കിലും കൊണ്ടക്കള. എനിക്ക് ഒരിക്കലും ഈ സ്ഥലമൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കാനും പറ്റില്ല. ഒരു സെക്കൻഡ്. ബാലയ്യ സാർ, നിങ്ങളുടെ സെക്യൂരിറ്റി ഓഫീസർ പറയാ നിങ്ങളെ ഇവിടെ നിർത്തിയിട്ട് അയാളെ വിട്ടേക്കാൻ. അയ്യോ, എന്താ ചെയ്യണ്ട സാറേ? അതുണ്ടല്ലോ, ലോജിക്കലി നോക്കിയാല് ഞാനിവിടെ നിന്നുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പിന്നെ ഇവിടെ ആഹാരം കുറവാണല്ലോ, അപ്പൊ ഒരാൾ പോയി കിട്ടിയാല് എല്ലാവർക്കും തികയുമല്ലോ. സാറിന് മനസ്സിലായിട്ടുണ്ട്. നിന്നോളും. ശരി, ജ്യോതി സാറ് പൊയ്ക്കോ. ആണോ? പക്ഷെ ഒരു കാര്യം. എന്താണ്? ഞാൻ ഒരു 3 ബുള്ളറ്റ് തരും. ആ വെച്ചിരിക്കുന്ന കുപ്പിയിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കൊള്ളിക്കണം. ശരിക്കും? ശരിക്കും. ചേട്ടായി മുന്തേന്ന് പിടിച്ച് ലോഡല്ലേ? ലോഡ്. എന്ത് വേനിച്ചോ? എന്നാ അടുത്തടി. ഇനിയൊരു അവസരം കൂടെ ഉണ്ട് ജ്യോതി സാറേ. ഒന്നിപ്പഴച്ച 3 ഇതാ പിടിക്ക്. ടച്ച് വിട്ടുപോയതാ. ജ്യോതി സാർ ഇതിനു മുമ്പ് എത്ര തവണ വെടി വെച്ചിട്ടുണ്ട്? ആദ്യമായിട്ടാ. ഓ, അതാണ് ടച്ച് വിട്ടുപോയതല്ലേ? അതെ അതെ. ചേട്ടാ, എന്നാ ഞാൻ ടെന്റിലേക്ക് പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ. ആഹാരം ഉണ്ടാക്കാൻ എന്തെങ്കിലും സഹായം വേണമെങ്കിൽ വിളിച്ചാൽ മതി. ആയിക്കോട്ടെ. ചേട്ടാ, എന്തിനാടോ കേരള പോലീസിന് വെറുതെ നാണം കെടുത്തുന്നത്? പിന്നെ കേരള പോലീസ് ഒന്ന് വെടിവെച്ചോണ്ടിരിക്കുമല്ലേ? ഈ DGP വരെ വെടിവെക്കാൻ അറിയാവുന്ന എനിക്ക് സംശയമുണ്ട്. പിന്നെ ഒരു കോൺസ്റ്റബിൾ. എടോ, താൻ തോക്ക് പിടിക്കുന്ന ഗ്രിപ്പ് പോലും ശരിയല്ല. സാറിന്റെ റിവ്യൂ ഞാൻ ചോദിച്ചോ? എനിക്ക് സൗകര്യമുള്ള ഞാൻ ചെയ്യും. നന്നാവില്ല.